അപ്പോൾ നമ്മൾ വിൻഡോസിൽ ഫ്ലട്ടറിൻ്റെ സെറ്റപ്പ് എങ്ങനെയാണ് ചെയ്യുന്നത്? അടുത്തത് അതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫ്ലട്ടർ സെറ്റപ്പ് ചെയ്യാൻ flutter.dev ആ സൈറ്റിൽ നമ്മൾ പോവുക. അതിൽ ഡോക്സ് ഷോക്കേസ് എല്ലാം ഉണ്ട്. നമുക്ക് ഗെറ്റ് സ്റ്റാർട്ടറിലോട്ട് പോവുക. അവിടെയാണ് ഇൻസ്റ്റാളേഷൻ ഫയൽസ് എല്ലാം. അപ്പോൾ കറൻ്റ്ലി നമ്മുടെ പ്ലാറ്റ്ഫോം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് വിൻഡോസ് ആണ്. വിൻഡോസ് സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് അതിൽ കുറച്ച് സിസ്റ്റം റിക്വയർമെൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. വിൻഡോസ് 7 ഓർ ലേറ്റർ, പിന്നെ ഡിസ്ക് സ്പേസ് 1.68 GB, പിന്നെ പവർ ഷെല്ല്, ഗിത്ത്, അതെല്ലാം സിസ്റ്റം റിക്വയർമെൻറ്റ്സ് ആണ്. അതെല്ലാം ചെക്ക് ചെയ്യുക. എന്നിട്ട് തൊട്ട് താഴെയുള്ള ഫ്ലട്ടർ വിൻഡോസ് 2.5.2 സ്റ്റേബിൾ അത് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. അതൊരു സിപ്പ് ഫയലാണ്. അത് സിപ്പ് ചെയ്തിട്ട് നമ്മളൊരു സി ഫോൾഡറിൽ കൊണ്ടുവന്നിടും. ആദ്യം അത് വിൻഡോസിൻ്റെ ഫയൽ നമ്മൾ ആദ്യം ഡൗൺലോഡ് ചെയ്തെടുക്കാം. സേവ് ചെയ്യാം. അപ്പോൾ 736 MB ആണ് ഡൗൺലോഡ് സൈസ് ഇവിടെ കാണിച്ചത്. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഡൗൺലോഡ് കംപ്ലീറ്റ് ആയി. ഇനി നെക്സ്റ്റ് നമ്മൾ ഈ ഡൗൺലോഡ് ചെയ്ത സിപ്പ് ഫോൾഡർ എക്സ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ ഡോക്യുമെൻറ്റേഷനിൽ പറഞ്ഞ പ്രകാരം നമുക്ക് യൂസേഴ്സ്, യൂസർ നെയിം, ഡോക്യുമെൻറ്റ്സ് പറഞ്ഞ ഫോൾഡറാണ് ഇവിടെ പ്രിഫർ ചെയ്യുന്നത്. നമുക്ക് ഡോക്യുമെൻറ്റ്സിൽ തന്നെ നമുക്കിവിടെ എക്സ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ ഡൗൺലോഡ്സിൽ നമ്മുടെ ഫ്ലട്ടറിൻ്റെ ഫയലുണ്ട്. തൽക്കാലം നമുക്ക് അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് ഡോക്യുമെൻറ്റ്സിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാം. എക്സ്ട്രാക്ട് ഹിയർ. സോ എക്സ്ട്രാക്ട് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഏതാന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് ഗിത്തിൻ്റെ ഒരു സംഭവമാണ്. ഗിത്തിൽ നിന്ന് ക്ലോൺ ചെയ്യുക. നമ്മൾ ഇപ്പോൾ ഓൾറെഡി സിപ്പ് ഫയൽ ഡൗൺലോഡ് ചെയ്തു. അപ്പോൾ പിന്നെ ഗിത്തിൻ്റെ ആവശ്യം അവിടെ ഇല്ല. നെക്സ്റ്റ് അപ്ഡേറ്റ് യുവർ പാത്ത്. നമ്മൾ ഈ ഡൗൺലോഡ് ചെയ്ത ഫ്ലട്ടറിൻ്റെ പാത്ത് നമ്മളൊരു എൻവയോൺമെൻറ്റ് വേരിയബിളിൽ കൊണ്ടുവരണം. എന്നാലാണ് ഫ്ലട്ടർ എന്ന് പറയുന്ന കമാൻഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കറൻ്റ്ലി നമുക്ക് എൻവയോൺമെൻറ്റ് വേരിയബിൾ കിട്ടാൻ വേണ്ടി നമ്മളിവിടെ സെർച്ചിൽ env എന്ന് സെർച്ച് ചെയ്താൽ മതി. ഇപ്പോൾ വിൻഡോസ് 10 ആണ് നിങ്ങൾ യൂസ് ചെയ്യുമെങ്കിൽ env എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻവയോൺമെൻറ്റ് എഡിറ്റ് സിസ്റ്റം എൻവയോൺമെൻറ്റ് വേരിയബിൾ നമുക്ക് കിട്ടും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻവയോൺമെൻറ്റ് വേരിയബിൾ നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ പെർഫോമൻസ്, യൂസർ പ്രൊഫൈൽ, സ്റ്റാർട്ടപ്പ് റിക്കവറി, അതിൻ്റെ തൊട്ട് താഴെ എൻവയോൺമെൻറ്റ് വേരിയബിൾ എന്നൊരു സെക്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അതിൽ നമ്മൾ പാത്ത് എന്ന സെക്ഷൻ എടുക്കുക. യൂസർ വേരിയബിൾ, അതിൻ്റെ താഴെ പാത്ത്, അതിൽ എഡിറ്റ് കൊടുക്കുക. അപ്പോൾ പുതിയൊരു എന്താ പറയുക പാത്ത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എഡിറ്റ് വേരിയബിൾ അല്ലെങ്കിൽ എഡിറ്റ് എൻവയോൺമെൻറ്റ് വേരിയബിൾ യൂസ് ചെയ്യുന്നത്. അതിൽ നമ്മളിപ്പോൾ ഓൾറെഡി എക്സ്ട്രാക്ട് ചെയ്ത ഫയലിൻ്റെ പാത്ത് നമ്മളവിടെ കൊടുക്കണം. ഇപ്പോൾ എക്സ്ട്രാക്ഷൻ നടന്നുകൊണ്ടിരിക്കുള്ളൂ. 98% ആയി. ഓക്കെ, അപ്പോൾ എക്സ്ട്രാക്ഷൻ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ആ ഒരു ഫോൾഡറിൽ നമുക്ക് പോകാം. നമ്മുടെ ഫ്ലട്ടർ എന്ന് പറഞ്ഞ ഫോൾഡറോട് എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ബിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡറിൻ്റെ പാത്താണ് നമ്മളവിടെ കൊടുത്തിരിക്കേണ്ടത്. അപ്പോൾ വിൻഡോസിൽ ഇവിടെ ടൈറ്റിലിൽ ഇവിടെ ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പാത്ത് ഇവിടെ കിട്ടും. അത് കോപ്പി ചെയ്യുക. നേരെ എൻവയോൺമെൻറ്റ് വേരിയബിളിൽ പോവുക. ന്യൂ എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കുക. ദെൻ പേസ്റ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ എൻവയോൺമെൻറ്റ് വേരിയബിൾ സെറ്റപ്പ് ചെയ്യാൻ. നമ്മൾ ഓക്കെ കൊടുക്കുക, വീണ്ടും ഓക്കെ കൊടുക്കുക, ജസ്റ്റ് ഓക്കെ കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്യാനും കമ്പൈൽ ചെയ്യാനോ ഡീബഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു IDE ആവശ്യമുണ്ട്. അപ്പോൾ IDE ആയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് വിഷ്വൽ സ്റ്റുഡിയോ കോഡാണ്. അപ്പോൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒഫീഷ്യൽ സൈറ്റായ code.visualstudio.com പോവുക. നമ്മുടെ ഡൗൺലോഡ് ഫോർ വിൻഡോസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് അവർ ഡൗൺലോഡ് ചെയ്യും. ഓക്കെ, 75 MB ഉണ്ട്. അത് ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, accept, നെക്സ്റ്റ്. ഓക്കെ, അപ്പോൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഇൻസ്റ്റാളായി. ഫിനിഷ് ചെയ്യുക. ഇനി നമുക്ക് ഫ്ലട്ടറിൽ ഇതുവരെ ചെയ്ത എല്ലാ സ്റ്റെപ്സും കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫ്ലട്ടറിൻ്റെ ഒരു കമാൻഡ് നമ്മൾ റൺ ചെയ്യും. ഫ്ലട്ടർ ഡോക്ടർ എന്നാണ് ആ കമാൻഡിൻ്റെ പേര്. നമ്മൾ ആ ഫ്ലട്ടർ ഡോക്ടർ റൺ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഫയൽസ് എന്തെങ്കിലും മിസ്സിംഗ് ആണോ, അപ്പോൾ ഏതെങ്കിലും ഫീച്ചേഴ്സ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ മറന്നുപോയോ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അതൊരു വാർണിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും എററോ അല്ല അത് ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ ഫ്ലട്ടർ ഡോക്ടറാണ് നമ്മൾ റൺ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതിൽ ഓൾറെഡി കുറച്ച് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. ഇപ്പോൾ ഫ്ലട്ടർ പാക്കേജ് ഉണ്ട്, ആൻഡ്രോയിഡ് ടൂൾ ചെയിൻ ഇതിൽ ഇൻസ്റ്റാൾഡ് അല്ല, ക്രോം അവൈലബിൾ ആണ്, ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇൻസ്റ്റാൾഡ് അല്ല, VS കോഡ് ഉണ്ട്, കണക്റ്റഡ് ഡിവൈസ് ഉണ്ട്. ഇപ്പോൾ ഇതിൽ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ എന്നുള്ളത് നമ്മൾ ഫ്ലട്ടറിലോട്ട് കടക്കുമ്പോൾ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അത് നമ്മൾ ആ നേരത്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് VS കോഡ് മാത്രം മതി. നമ്മളിപ്പോൾ ഡാർക്ക് ഫോക്കസ് ചെയ്യുന്നവരെ നമ്മളിപ്പോൾ VS കോഡ് മാത്രം മതി. അപ്പോൾ നമുക്ക് VS കോഡിൽ നമുക്ക് ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് ആദ്യം ക്രിയേറ്റ് ചെയ്യാം.
അപ്പോൾ ഞാനത് ഡെസ്ക്ടോപ്പിലോട്ട് റീഡയറക്റ്റ് ചെയ്യാണ്. ദെൻ നമ്മൾ ഡാർട്ടിൻ്റെ ഒരു പ്രൊജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഹലോ വേൾഡ് നമ്മൾ റൺ ചെയ്ത് നോക്കും, ചെയ്തതെല്ലാം കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡാർട്ടിലെ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡാർട്ട് ക്രിയേറ്റ് എന്ന് പറഞ്ഞ കമാൻഡാണ് യൂസ് ചെയ്തത്. ഡാർട്ട് ക്രിയേറ്റ് പ്രൊജക്റ്റിൻ്റെ പേര്. ഓക്കെ അപ്പോൾ നമ്മുടെ പ്രൊജക്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് പ്രൊജക്റ്റിൻ്റെ ഉള്ളിലോട്ട് കയറി പ്രൊജക്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ കറൻറ്റ്ലി നമ്മളിപ്പോൾ പ്രൊജക്ട് ഫോൾഡറിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ കറൻറ്റ്ലി നിൽക്കുന്ന പ്രൊജക്ട് ഫോൾഡർ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. കോഡ് സ്പേസ് ഡോട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കറൻറ്റ്ലി ഏത് പ്രൊജക്റ്റ് ഫോൾഡറിലാണ് നിൽക്കുന്നത് ആ ഫോൾഡർ വിഷ്വൽ സ്റ്റുഡിയോയിൽ തുറന്നു വരും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ പ്രൊജക്റ്റ് ഡാർട്ടിൻ്റെ പ്രൊജക്റ്റ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ടെർമിനൽ എടുക്കുക, ജസ്റ്റ് ഡാർട്ട് റൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രൊജക്റ്റ് അവിടെ റൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ കറൻറ്റ്ലി ഞാൻ ഗിത്ത് ഒന്നും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഗിത്ത് ഈസ് നോട്ട് റെക്കഗ്നൈസ്ഡ് ആസ് ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ കമാൻഡ് എറർ വരുന്നത്. ഗിത്തിൻ്റെ ആവശ്യം ഇപ്പോൾ വന്നിട്ടില്ല ഇതുവരെ. ഓക്കെ അപ്പോൾ പ്രൊജക്റ്റ് കറൻറ്റ്ലി നമ്മൾ സെറ്റപ്പ് ചെയ്തതെല്ലാം കറക്റ്റാണ്. പ്രൊജക്റ്റ് റൺ ചെയ്തപ്പോൾ നമുക്ക് ഹലോ വേൾഡ് കറക്റ്റായിട്ട് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത് സെറ്റപ്പ് എല്ലാം കറക്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എല്ലാം സക്സസ്ഫുള്ളി ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എറർ ഒന്നുമില്ല, അതുകൊണ്ടാണ് പ്രൊജക്റ്റ് കറക്റ്റായിട്ട് റൺ ചെയ്ത് ഹലോ വേൾഡ് പ്രിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും ഫ്ലട്ടറിൻ്റെ സെറ്റപ്പാണ് നമ്മൾ ചെയ്തത്, ഡാർട്ട് ഫ്ലട്ടറിൻ്റെ സെറ്റപ്പാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ നെക്സ്റ്റ് ഡേ നമ്മൾ ഡാർട്ടിൻ്റെ ബേസിക്സ് ആയിട്ടുള്ള വേരിയബിൾസ്, ഡാറ്റ ടൈപ്സ്, ലൂപ്സ്, ഫങ്ഷൻസ് ഇതെല്ലാം അടുത്ത നെക്സ്റ്റ് ഡേ തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും.